ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈദിൻ്റെ 3-ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒമാനിൽ ഇപ്പോൾ നല്ല ചൂടാണ്. ഒമാനിൽ മാത്രമല്ല, എല്ലാ ഗൾഫ് കൺട്രീസിലും നല്ല ചൂട് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു 40-45 ഡിഗ്രി ആ ഒരു രീതിയിലാണ് ചൂട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ പോകാൻ പറ്റിയൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ജബൽ അഖ്ദർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ മുൻപ് ഈ ഒരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. 2018 തോന്നുന്നു. എൻ്റെ കല്യാണത്തിനൊക്കെ മുൻപായിട്ട് പോയിട്ടുണ്ട്. ഫൈസൽക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫൈസൽക്ക് എക്സ്ട്രായാണ്. പിന്നെ പഞ്ചൂസ് കുഞ്ഞായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2-ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. ഫൈസൽക്ക് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പിന്നെ നമുക്ക് ജബൽ അഖ്ദറിൽ പോകണം എന്നുണ്ടെങ്കിൽ 4x4 ആയിട്ടുള്ള വണ്ടി വേണം. അതായത് വലിയ വണ്ടി വേണം. നമ്മളെ വണ്ടി ഇന്നോവയാണ്. അപ്പോൾ നമുക്കതിൽ ജബൽ അഖ്ദറിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗൈഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ കൂട്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയുള്ള ടൈമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നിസ്വയിലേക്ക് വരാം. കാരണം നിസ്വയിൽ തൊട്ടടുത്താണ്, ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ ബിർക്കത്തുൽ മൗസിലോട്ട്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു വെളുപ്പിന് തന്നെ നിസ്വയിലോട്ട് വരാം. നിസ്വയിൽ നിന്ന് റെഡി ആയിട്ട് നമുക്ക് ബിർക്കത്തുൽ മൗസിലോട്ട് പോകാമെന്ന്. അപ്പോൾ എല്ലാവരും കൂടി നിസ്വയിലേക്ക് വരെയാണ് കേട്ടോ. അങ്ങനെ സമയം 5:05. രാവിലെ 5:05. ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചു സൺസെറ്റ് കണ്ട? എന്താണത്? വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിസ്വയിലെത്തി. പിന്നെ നിസ്വയിൽ നിന്ന് നമ്മൾ റെഡി ആയിട്ട് ഇപ്പോൾ ബിർക്കത്തുൽ മൗസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗൈഡിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കാണുന്ന വണ്ടിയിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ആളിങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാണ് കേട്ടോ നമുക്ക്. أنا 6 مرة أروح عندي. سيم وايناد. أنا يروح كيرلا كامل تشك. بعدين يروح منقلور حيدراباد. كيرلا كلنا برا منار. أيوه. അപ്പോൾ അങ്ങനെ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ആ ഒമാനി ആൾ കേരളത്തിൽ വന്ന കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആളിങ്ങനെ അതിൻ്റെ ഇടയിൽ ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരണങ്ങളൊക്കെ തരുന്നുണ്ട്. എല്ലാം നമുക്കിങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മല കയറുമ്പോൾ സൈഡിലൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നല്ല ബിൽഡിങ്സും കാര്യങ്ങളും പിന്നെ മലകളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ബിർക്കത്തുൽ മൗസിൽ നിന്ന് മല കയറുന്നതിന് മുൻപായിട്ട് ചൂട് നോക്കിയപ്പോൾ 43 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മലയൊക്കെ കയറി ഒന്ന് പകുതി ആയപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴേക്കും 33 ഡിഗ്രിയാണ് കാണിച്ചത്. അതായത് 10 ഡിഗ്രി മല കയറണ ആ ഒരു ടൈമിൽ തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മല കയറി കഴിയുമ്പോൾ എന്തായാലും അതിനും കുറവായിരിക്കുമല്ലോ. അല്ല സ്പോൺസറുടെ ശരിക്കും വീഡിയോ എടുത്തില്ലേ? വാപ്പിച്ചറ ശരിക്കും എടുത്തില്ലേ വിഷമം അവന്. അതിനൊക്കെ എടുക്കുന്നു ഒരു. അങ്ങനെ നമ്മളൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷെ ആ വെയിലിന്റെ ചൂടൊന്നുമില്ല. നല്ല തണുപ്പ് അല്ലേ? നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. നല്ല അടിപൊളി സ്ഥലം. നമ്മള് താഴെ 42 ഡിഗ്രി ആയിരുന്നു. ഇപ്പൊ കുറച്ച് പകുതി കയറിയപ്പോ തന്നെ 32 ഡിഗ്രി ആയിട്ടുണ്ട്. ചൂടുള്ള കിട്ടാൻ മതി. വയറിന്റെ ستومك بين ولا تكليف. وين موسم مشان قهوه لا صغير سمول شيك تيك بعدين نوم 5 minute 10 minute go. പിന്നെ അസൽ موجود അസൽ ഇതാണ് സംഭവം. വയറുവേനക്ക് നല്ലതാണെന്നാ പറയുന്നത് സ്ത്രീകൾക്ക്.
لكن انت ما له مسلح هذا لازم عماني يصلح صح ايوه هذا يريد نار يريد واحد بوتل يمكن 5 ريال 6 ريال ഇത് മറ്റേ ഇതല്ലേ ശങ്കല്ലേ? അതായത് മുന്നേ ഇവിടെ കടലൊക്കെ ആയിരുന്നു എന്നുള്ളതിലൊക്കെ തെളിവാണ് ശംഖ് ശംഖ്. റോസ് റോസ് ഗാർഡൻ ഇല്ല, അത് ഫിനിഷായി. റോസ് ഫിനിഷായി. റോസിന്റെ ടൈം ഫിനിഷ്. ഇറങ്ങാനില്ല ഇവിടെ നിന്നിട്ട് എടുത്തോളൂ. ജസ്റ്റ് കാറ്റുണ്ട്, ഫോൺ ഇറങ്ങണം. 300 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങള്. ايوه هذا مشان نفرات. അതെ, മുന്തിരി, പപ്പായ. يوردس കള്ളിച്ചെടി ഫ്രൂട്ട് കഴിക്കും ഇല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. ഇത് പോമഗ്രാനറ്റ് ഉണ്ടായിക്കണം. ഇവിടെയൊക്കെ ഉണ്ട് അനാറ്, ഫുൾ അനാറ്. ഇപ്പൊ നമ്മളിത് അടുത്ത വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ടെന്നാ പറയുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇയാളല്ലേ ഫസ്റ്റ് ടൈം? സെക്കൻഡ് ടൈമാ, പക്ഷെ ഫൈസി ഫസ്റ്റ് ടൈം. ഇവിടെ ഇഷ്ടായ? അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. ആ, ഇവിടെ ഒന്ന് തോന്നുന്നു. ഇതെന്തൊരു ഫിഷ്? هذا مشان نفرات. ഓക്കെ ഓക്കെ. يوردس 3 1 2 3 هذا فوق. ഇതും ഇത്ര സ്ഥലത്തുള്ളൂ. അവിടെ ഈദിന്റെ പ്രോഗ്രാം നടക്കണ്ട്, സൗണ്ട് കേൾക്കണ്ട്. പണ്ടത്തെ വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞത് കണ്ട. എന്തോന്നത്? മറ്റേ മൗണ്ടൻ ഹൈക്കിങ് ക്ലൈംബിങ് അതിനുള്ളതാ. ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരട്ടേന്ന് ചോദിച്ചപ്പോ ആള് പൊട്ടിച്ച് തരാണ്. പങ്കു ചവിട്ടല്ലേ? ഏത് കൂട്ടണതാ? അത് മുള്ളം പഴമാണോ ഉമ്മച്ചി? നമ്മുടെ നാട്ടിലത്തെ മുള്ളുണ്ടാ? ഞാൻ എടുത്തരാ. വാ, ഇത് വേണോ? നല്ല മുള്ളുണ്ടല്ലോ. മുള്ളുണ്ട്. പതുക്കെ ഇതെന്താ ഇത്? കഴുകണ്ടേ? ഇതെന്താ മറ്റേ നമ്മുടെ മുള്ളം കൊടുത്താ? വാ പങ്കു. ചോര വന്നു. നമ്മുടെ മുള്ളമ്പഴം ഞങ്ങളുണ്ടായില്ല. അപ്പൊ ഇതാരത്? ടൂറിസ്റ്റാ? ഖത്തർ ഷെയ്ഖിന്റെ വീട്. തുമ്പികളൊക്കെ പലതരത്തിലുള്ള തുമ്പികള്, ബട്ടർഫ്ലൈ. ഇത് നമ്മുടെ അവിടെ ഉണ്ടാവണം മുള്ളമ്പഴത്തിന്റെ പൂ പോലെ. അനാർ. പണ്ടത്തെ ഹൗസ് ജനങ്ങളില്ലേ, പണ്ട് നമ്മമാരൊക്കെ ഇല്ലേ, വല്യമ്മാടെ വല്യമ്മക്കില്ലേ, അവരൊക്കെ താമസിച്ച വീടുകളൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ വീടുണ്ടോ? ഇത് പനോലയുണ്ട്. പനോല വടിയൊക്കെ വെച്ചിട്ട് മണ്ണ് ഉണ്ടാക്കണ വീട്. മണ്ണും കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ വീടാണ് പണ്ട് ഉണ്ടായത് കേട്ടാ. ഈത്തപ്പന ഉണ്ടല്ലോ, ഈത്തപ്പന അറിയോ? ഈത്തപ്പഴം ഉണ്ടാകത്തിന്റെ പന അതിന്റെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. കണ്ടാ അവിടെ ഫുള്ള് കുപ്പികളൊക്കെ അങ്ങോട്ട് പോണ്ടാ. അത് എനിക്ക് മഴ വെള്ളത്തില് ഒലിച്ചു വന്നതാ. നമുക്ക് അങ്ങോട്ട് പോവാല്ലേ? അവിടക്കൊക്കെ ഉണ്ട് പണ്ടത്തെ ഒരു ഇതില്ലേ.
നമ്മുടെ ഈ മല കേറി കേറി പള്ളി അവിടെ എത്തണോ അല്ലെ മുകളില്? തണുപ്പുണ്ടോ? ആ ശരിയാ, ഒരു തണുപ്പുണ്ട്. ആ കാർട്ടൂണിലൊക്കെ കാണുന്ന ആ ഒരു ഇതില്ലേ, ശരിക്കും അതുപോലെ ഉണ്ടാ മല. ഇത് എവിടെ നിന്നിട്ട് ഇപ്പൊ ബുള്ളറ്റ് തന്നെയാണോ അത്? ബുള്ളറ്റിന് 7.62 mm എവിടെ നിന്നിട്ട് ഇവിടെ താഴെ കിടക്കണോ? എന്തേലും അവിടെ തന്നെ കളഞ്ഞേക്ക്. ഏത് റോസ് ഗാർഡനാ? സീസൺ വരുന്നത് ഡിസംബറിലാണ്. പക്ഷെ ഇതൊക്കെ റോസ് ഗാർഡൻ, നല്ല റോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പോയി അതൊക്കെ. ചാട്ടം കിട്ടിട്ടാ ആ പയ്യന്റെ ചാട്ടം കിട്ടും. ആ പയ്യന്റെ ചാട്ടം കിട്ടും. ആ ചെക്കൻ പറഞ്ഞത് കുടിക്കാൻ പറ്റുന്ന പറഞ്ഞത്. ഇൻസ്റ്റയില് ഫുള്ള് ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു സീസണില് ഡിസംബർ സമയത്ത് ഇവിടെ ഫുള്ള് റോസ് ആയിട്ട് നല്ല ഭംഗിയുണ്ടായി കാണാൻ. പക്ഷെ ഇപ്പോ റോസൊക്കെ കരിഞ്ഞുണങ്ങിപ്പോയി. നല്ല ഭംഗിയുണ്ട്, കണ്ട ഇപ്പുറത്തൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ടാവും ഈ ആ ഒരു ടൈമില്. ഫുൾ റോസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു ഇത് പോയി. ഫലജ് പോകുന്നുണ്ട് താഴെ കൂടെ. ഇത് മൈലാഞ്ചി പോലെ തന്നെ, പക്ഷെ നമുക്കിത് മുടി ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. മുടിയൊക്കെ ക്ലീൻ ആവാം, നമ്മുടെ താളിയൊക്കെ പോലെ. ചോളം ചോളം എവിടെ ചോളം ഉണ്ടായിട്ടുണ്ട്? ഉണ്ടാ? ഇത് കണ്ടില്ല കേട്ടാ. ഇത് പള്ളിയുടെ ഒക്കെ സൈഡാ. അത് നോക്കുമ്പോ ഈ മല ആകെ കറുത്ത ഇതായി, വെയിലേ, റോഡും കൂടി. നല്ല തണുപ്പില്ലേ അതിന്റെ ഉള്ളില്? അല്ലല്ല, ഇതല്ല ഉമ്മച്ചി. ഇതെവിടെ ഫോട്ടോ എടുക്കണം അവര്? നോക്കി ഉമ്മച്ചി. വി ക്യാൻ ഗോ എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇപ്പതേ കണ്ടില്ലേ, കാവടി ആയിട്ട് പോയ ആളാ, ട്രാജഡി ആയിട്ട് വന്നിട്ടില്ലേ. ഷെല്ലൊക്കെ പോലെ അല്ലേ ഉള്ളി. ഇതെന്താ ജാത്തറ? എന്താ സംഭവം? ജാത്തറ എന്ന് പറഞ്ഞൊരു നമ്മളിതിലുണ്ടാവും, സാൻഡ്വിച്ച് ഒക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന്റെ പൊടി ഉണ്ടാവും. അറിയാലോ സാധനത്തിന്റെ വില. ഈ സാധനമല്ല നമ്മ കഴിച്ചത്. ഇത് അത് എപ്രിക്കോട്ട് ബുഷറ കൊണ്ട് തന്നില്ല. ഇത് ബുഷറ കൊണ്ട് തന്നിരുന്നു. എപ്രിക്കോട്ട് അഞ്ചുവിന്റെ പോലൊരു നമ്മളന്ന് ഇവിടെ ഇരുന്ന് കണ്ട് കൊറേ നേരം ഇവിടെ ഇരുന്ന് നമ്മള്. ഇക്കാക്കൊക്കെ താഴേക്ക് ഇറങ്ങി പോയി അന്ന്. എനിക്ക് നല്ല ഓർമ്മ. ഞാൻ ഫുള്ള് പോയില്ല. ദേ പോണ് അവരിതാ താഴെ അറ്റത്തേക്ക് പോയിട്ടുണ്ട്, ഇക്കാക്കയും ഫൈസൽക്കൊക്കെ. പഞ്ചു ഇഷ്ടായ? സൂപ്പറാണോ ട്രിപ്പ്? പണ്ട് വന്നിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ പണ്ട് വന്നത്? ഓർമ്മ ബേബി ആയിരിക്കുമ്പോ പോയത്. കുഞ്ഞു ബേബി ആയിരുന്നു പങ്കു. ആ വാപ്പ എടുത്ത് പോയി. അത് ഫോട്ടോ കണ്ടല്ലേ മോൻ?
പഞ്ചു കുഞ്ഞു ബേബി ആയിരുന്നു, ഒരു 6 മാസമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കുഞ്ഞു ബേബി ആയിരുന്നു. ഓ നല്ല സൗണ്ട് കൂടിപ്പോയി. കുട്ടേട്ടാ വിളിച്ചേക്ക് വാപ്പാന്നില്ല, അത് താഴ്ത്തുണ്ടവര്. സൗണ്ട് കൂടിപ്പോയി. കരയണ സൗണ്ടിലോട്ട് വിളിച്ചേ. മുച്ചി വിളിച്ചു, മുച്ചി. മുച്ചി ചിരിച്ചിരിച്ച് അങ്ങോട്ട് വീഴെടുത്തിട്ടാ. ഉരുണ്ടുരുണ്ട് അങ്ങോട്ട് പോണ്ട. ഹക്കീം ഹക്കീം കാന്ന് കുട്ടേട്ടാ പഴംപൊരി നേരത്തെ പറയണ്ടേ. പഴംപൊരി. ഒരു സ്ഥലം അല്ലേ ഇതാണ് ജബലഖ്ത. അതൊക്കെയാ ഫോൺ നോക്കി വെച്ച് അധികം ഞണ്ട് പോലെ അല്ലേ? 100 എഴുതിക്കോ. നൂർ ഫൈസൽ പേര് എഴുതിയിട്ടുണ്ട്. ഹക്കീം നൂർ ഫൈസൽ ഹക്കീം 19/6/20. അയ്യോ മറിച്ചിട്ടല്ലേ, 10-20 വർഷം കഴിഞ്ഞാലും ഉണ്ടാവുന്നല്ലേ പറഞ്ഞു. ജമാൽ ജമീല. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആകെ ഈ ഒരു ഹോട്ടലുള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ മലയാളീസിൻ്റെ. അപ്പം അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. അറബിക് ഇന്ത്യൻ ഫുഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ബിരിയാണിയും ഊണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ഇവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാർക്കിലാണ് പോയത്. അങ്ങനെ പഞ്ചൂസ് കുറച്ച് നേരം പാർക്കിൽ കളിച്ചു. പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ട് 6 മണിയാവാൻ നിന്നതിൽ ഒരു 5:30-5:45 ആയപ്പോഴേക്കും നമ്മൾ മല ഇറങ്ങിയ ചെയ്തത്. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഒമാനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയും നല്ല എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിക്കുകയും ചെയ്തു. നമുക്ക് എല്ലാ എക്സ്പ്ലനേഷൻസ് ഒക്കെ തന്നു. നല്ലൊരു ഗൈഡ് തന്നെയായിരുന്നു കേട്ടോ ആള്. പിന്നെ നമ്മൾ മല ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയി തൈംസ എന്ന് പറഞ്ഞൊരു ഓപ്പൺ സൂവിലോട്ടാണ്. നമ്മൾ മുൻപ് കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിരുന്നു. അപ്പോൾ അന്ന് രാത്രി പോയ മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടേക്കൊന്ന് പോവുകയാണ് ചെയ്തത്. ഇത് ഓസ്ട്രിച്ച. കൊമ്പ് പേടിയാവണ് കണ്ടിട്ട്. ഡോങ്കിയാ അപ്പുറത്തേക്ക് പാർക്കിൽ നിന്ന് നമ്മൾ നേരെ പോയത് നിസ്വയിലുള്ള നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ള പിള്ളച്ചേട്ടന്റെ ദോശക്കട എന്ന് പറഞ്ഞൊരു കടയിലേക്കാണ്. പേര് പോലെ തന്നെ അവിടുത്തെ മസാല ദോശ അടിപൊളിയാണ് കേട്ടോ. പിന്നെ കപ്പയും ബീഫും ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല നാടൻ അടിപൊളി ഫുഡ്. ഇത്താത്ത മാത്രമാണ് മസാല ദോശ ഓർഡർ ചെയ്തത്. ഞങ്ങളെല്ലാവരും കപ്പയും ബീഫാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.